ഈ വിഷടിച്ചിട്ട് കൊടുത്ത് വെള്ളമൊക്കെ കഴിഞ്ഞ് തങ്ങളെ ആരാപ്പ വന്നിട്ടുണ്ട് ഈ അമർന്നം പടി എത്തിയ നോക്കടി കുഞ്ഞാപ്പാക്കല്ലേ ഇന്റെ ആളാപ്പാന്റെ മോനടി അത് ഇങ്ങോട്ടും വന്നിക്ക അടക്ക പോണ് അത് പോണ് എന്തേലും കൊടുക്കാനല്ലോ ബാതിലോർക്കല്ലേ കൊടുക്കണ്ട കൊടുത്താ തെയ്യില്ല പിന്നെ നാളെ വരും കൊടുക്കല്ലേ ഞാൻ ഇന്നിപ്പോ എത്ര ആളവിടെ വന്നത് 8 ആള് വന്നു 9ാമത്തെ ആളാണത് നമ്മുടെ കുടുംബക്കാരല്ലേ എന്തേലും കൊടുക്കണ്ടേ പിന്നെ വേണ്ട അങ്ങനെ കൊടുത്താൽ ശരിയാവൂല ഇവിടെ ഇല്ല കൊടുക്കാൻ വേണ്ട എന്റെ അടുത്തൊക്കെ കഴിഞ്ഞ് അതിന്റെ അടുത്തുണ്ടാ സക്കാത്ത് പൈസ മക്കൾ അയച്ചിട്ടില്ലല്ലേ കഴിഞ്ഞ് അയച്ചു കൊടുത്തോളൊക്കെ ഞാൻ കൊടുത്തു റബ്ബിനെ മറന്ന് പറയല്ലേ ഇജ്ജ് പൊയ്ക്കോട്ടാ ആ സൈന അടങ്ങി നിന്നോ ചെറബേ ഞാനേ വരുന്നുണ്ട് ഉള്ളോടത്തോളം കായ് മുഴുവൻ കഴിഞ്ഞ് കൊടുത്ത് ഈ റമദാൻ മാസം അതിന് ശേഷം 10 പൈസ കഴിച്ചില്ലാതേക്കണം തങ്ങളെ ഈ സക്കാത്ത് പൈസ കൊടുക്കാൻ വേണ്ടി തന്നെയല്ലേ അമ്മ നിങ്ങക്ക് 1 ലക്ഷം റുപ്യ ചെന്നത് 1 ലക്ഷം റുപ്യ സക്കാത്തും പൈസ കൊടുത്തിട്ടേ പിന്നെ ജീവിച്ചാൽ എന്തോണ്ടാ അതിന് വേറെയും പൈസ അയച്ചെന്നിട്ടില്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ആറ്റിൽ കളിയാണെങ്കിൽ അളന്ന് കളയണം അറിയാം എനിക്ക് നാളെ അവിടെ ചെല്ലുമ്പോ അവിടെ ഈ അളന്നതിന് കണക്ക് പറയേണ്ടി വരും കേട്ടാ അവിടെ ചെല്ലുമ്പോ ഞാൻ കണക്ക് നല്ല മട്ടത്തിൽ പറഞ്ഞോണ്ട് ആയിക്കോട്ടെ അത്യാവശ്യം ഉള്ളവർക്ക് അവിടുന്ന് അടക്കം ഞാൻ കൊടുത്തു നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ മക്കൾ അയച്ച പൈസ അല്ലേ നാളെ അതിന്റെ കുറ്റും കൂലിയും ഒക്കെ എല്ലാം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്ക് തന്നെയാണ് ഞാൻ ഒന്നും പറയാൻ നിൽക്കില്ല എന്റെ സമാധാനം തന്നെയാണ് ഇജ് അന്റോടെ പണിയെടുക്കുന്ന ആൾക്കാരെ വരെ ഇങ്ങോട്ട് സക്കാത്ത് പൈസ കറണേച്ചു പിന്നെ എന്റെ കുടിയിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ആ പമ്പറന്നോളം കിട്ടാൻ നീ ഇന്നലെ ഓള് വന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ ഇജ് വിളിച്ചു വരുത്തണോലൊക്കെ നിങ്ങളുടെ ഈ നാവും കേട്ടിട്ട് തൊള്ളയും കേട്ടിട്ട് ഈ ഇതും കേട്ടിട്ട് ഞാൻ ജോലിക്ക് പാര പണിയാനായിട്ട് ഞാൻ എന്റെ അടുത്ത പണിക്കാരൻ ഞാൻ 100 ഉറുപ്പ്യ നോക്ക് കൊടുത്തിട്ടുണ്ട് അറിയാം എനിക്ക് 100 ഉറുപ്പ്യ 1000 കൊടുക്കണ്ട ഒരു 100 കൊടുത്താൽ 100 തന്നെ കൊടുക്കുള്ളൂ അതിന്റെ അവസ്ഥ തന്നെ ഉള്ളൂ നമ്മളെ വാതകക്ക് വരുമ്പോഴേ മടക്കി വിടരുത് എന്നുള്ളൂ എന്നിട്ടാണ് നിങ്ങൾ ഇപ്പൊ മടക്കി വിട്ടത് ഓനെ ഞാൻ മടക്കി വിട്ടാൽ കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ മാസം എന്റെ ഓനക്കേ 2000 ഉറുപ്പ്യ അയച്ചു കൊടുത്തിക്കണ് മനസ്സിലായ അള്ളാഹുവേ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നാ പറയാ ഇങ്ങനെ പണ്ടാറടക്കിട്ട് നിങ്ങൾ സക്കാത്ത പൈസ കൊടുക്കണ്ടമ്മ അതിനൊരു പുണ്യമില്ല പൂതില്ല കൊടുക്കാൻ ഒരു മനുഷ്യൻ മോര് കൊടുക്കാൻ പൂതില്ല ഞാനേ ആർക്കും കൊടുക്കാതെയും പിസ്കി ഉണ്ടാക്കിയതാണ് ഈ ബംഗ്ലാവ് അറിയാൻ എനിക്ക് അല്ല കിട്ടണം ഇവ കൊടുത്തുണ്ടായിരുന്നില്ലേ ഒന്നും ഉണ്ടാവൂല നന്നായി ഇത് നന്നായി അങ്ങോട്ട് എന്തിനാ അടുത്തൊരു മോതിര വള എന്തെങ്കിലും മേടിച്ചിട്ടാനല്ലേ അല്ലേ നീ ഉണ്ടാക്കിയതൊക്കെ അങ്ങനെയാണല്ലോ മക്കളെ പറ്റിച്ചിട്ട് അപ്പൊ അവനാർക്ക് ഉണ്ടാക്കിയിടാൻ തന്നെയല്ലേ നീ അവനാനെ മക്കൾ പൈസ ഉണ്ടാക്കേണ്ടത് എനിക്ക് പണി ഇജ്ജു ഉണ്ടാക്കിട്ടോ ആര് കുട്ടികൾ വലുതാവുമ്പോൾ അല്ലാതെ എന്റെ മോന്റെ പൈസ കൊണ്ട് ഉണ്ടാക്കരുതിട്ടാ അത് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കക്ക വിളിച്ചത് പറഞ്ഞു കൊടുക്കും കാനോട് പറഞ്ഞു കൊടുത്തോ ഇവിടെ പിന്നെ എന്തിനാ നിങ്ങൾക്ക് പൈസ അയച്ചെന്നുള്ള ചോദ്യത്തിന് ഉത്തരങ്ങൾ പറയണ്ടേ ഇജ്ജ് ചോദിച്ചോ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഇജ്ജിപ്പോ വന്നിട്ട് 10-14 കൊല്ലം ആയിട്ടുള്ളൂ അതിന്റെ മുന്നേ ഞങ്ങൾ ജീവിച്ചിട്ടാ ആയിക്കോട്ടെ എന്റെ അമ്മ നിങ്ങൾക്ക് വയസ്സും പ്രായമായില്ലേ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാസത്തിനെ ഒന്ന് മാനിച്ചൂടെ ഇവിടെ ആർക്കടി വയസ്സയക്കണത് അല്ല നിങ്ങളൊന്നും 16 പിന്നെ പൊമ്പറത്തോൾ പറഞ്ഞ എനിക്ക് വയസ്സയക്കണെന്ന് അന്നെ ഇന്നും കൂടി കണ്ടാലേ ഇന്നകാടി പ്രായം അനക്കാ തോന്നുന്നത് അതങ്ങനെ തന്നെയാണ് സത്യമാണ് നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങളുടെ മകനൊക്കെ കിട്ടിയത് ഇന്നേക്കാളും പ്രായം തോന്നിയതുകൊണ്ട് അന്റെ ഒരു കാട്ടിക്കൂട്ടല് അല്ലാ ഇതിപ്പോ ഏതാ ഇതിന്റെ കല്യാണത്തിലേക്ക് മേടിച്ചത് വളയാണ് ഞാൻ പറഞ്ഞോ എന്നിട്ട് ഇപ്പൊ ഇത്ര ദിവസം കാണില്ല എപ്പോ കഞ്ചിമന ഇവിടുന്ന് വന്നത് അത് ഞാൻ ഇപ്പൊ അടുത്ത ലോക്കറിന്ന് പോയി തുറന്നത് ഈജ് എടുത്തു തുറന്നാ ലോക്കറിന്ന് ഞാൻ വാങ്ങിയ സക്കത്തും പൈസന്ന് ഇതെത്ത് വർത്താനം ജി പറയണ്ട് പൊന്നാര മോളെ നമ്മളൊരു കാര്യം ചെയ്യും എന്റെ കല്യാണ ആൽബം പോയി നോക്കി നോക്ക് അതിൽ ഈ വലത്തെ കയ്യുമ്പിൽ ഇങ്ങനത്തെ ഒരു 3 കിടക്കുന്നുണ്ട് അതിലത്തെ ഒന്നാണ് എന്റെ കല്യാണ ആൽബം കാണാൻ എനിക്ക് നേരം ഉണ്ടാ നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ എന്താ നേരം ഈ വിത്തിനെ പറയാനും ആ ആളതും ഈ ആളതും ഉണ്ടാക്കാനും സീരിയല് കാണാനും റമദാൻ മാസത്തിൽ ഇതെല്ലാം നിങ്ങൾക്ക് പണി എടി സീരിയല് കാണുമ്പോഴും 4 ആൾക്കാരെ കുറ്റം പറയുമ്പോഴും അപ്പൊ ഒരു സുഖം നമ്മളെ മനസ്സിൽ കിട്ടും അറിയാം വേറെ എന്ത് പണിയുള്ളത് പിന്നെ എന്തിനാ അമ്മ നിങ്ങൾ നോമ്പൊക്കണത് നിങ്ങൾ പട്ടിണി കിടക്കണ്ട നിങ്ങൾക്ക് ഞാൻ പൊരിച്ചവരും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി നിങ്ങൾ 3 നേരം ഭക്ഷണം കഴിച്ച പെട്ടെന്ന് അപ്പൊ ഞാൻ നോമ്പൊലിക്കുന്നത് എന്നോട് ആരറിഞ്ഞ് അപ്പൊ നിങ്ങൾ നോമ്പും നോക്കണില്ലേ അപ്പൊ എനിക്ക് ഷുഗർ അല്ലേ ഷുഗർ ഉള്ളവരാരും നോമ്പ് നോക്കണില്ലല്ലോ എന്റെ പൊന്നുമ്മ രാവിലെ ഷുഗറിന്റെ ഗുളിക കഴിക്കാം സുബീക്ക് നീച്ചിട്ട് അങ്ങനെയാണ് ഈ ആൾക്കാരൊക്കെ ചെയ്യണത് ആൾക്കാർ ചെയ്യണമാതിരി എനിക്ക് ചെയ്യാൻ പറ്റൂല ഇന്നോട് എന്റെ കുട്ടികളെ വാപ്പ പറഞ്ഞു നോമ്പ് പോയിട്ട് എന്റെ ശരീരം കേടെടുത്തണ്ടാന്ന് മനസ്സിലായ ഇപ്പം വിളിച്ചുമ്പോ നീ ചോദിച്ചു നോക്കണി നിങ്ങൾ പറഞ്ഞു അമ്മാനോട് നോമ്പ് പോൽക്കണ്ടാന്ന് ഞാൻ ചോദിക്കും എന്റെ മാപ്പിളിന്റെ സമ്മതം ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല
മാപ്പിളാരെ സമ്മതം ഇല്ലാതെ കയ്യുമ്പോ മൈലാഞ്ചി കൂടി ഇടാൻ പാടില്ല അതെ. ആ എന്നിട്ട് നിങ്ങള് കയ്യുമ്മല് മൈലാഞ്ചി അതിന്റെ മാപ്പിള എന്നോട് പറയല്ലേ നല്ല ചൊറുക്കില് നടക്കണെന്ന്. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ നല്ല ഇതായി നടക്കണത്. നിക്കോട്ടെ, ആ നിങ്ങൾ നിങ്ങളുടെ എന്തുപോലെ ചെയ്തോ. ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, ഇവിടുന്ന് ഇറങ്ങുമ്പോ ഒരു സക്കാത്ത് പൈസ കൊടുത്തില്ലെങ്കിൽ ആ പ്രാക്ക് ഞങ്ങളാണുങ്ങൾക്കാണ്. ഞാൻ ആ നെസിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പരിപാടി ഇങ്ങനെയാണെന്നുള്ളത്. ആ ട്ടാ, ഇപ്പൊ അതൊന്നും പറയണ്ട. ഇന്ന് വൈകുന്നേരം ചായക്ക് കടി നിർത്താം. പത്തിരി ഉണ്ട്. പത്തിരിയാ? അപ്പൊ എന്നും എനിക്ക് പത്തിരി ഊരവേദനയാണേനു. നൂൽപുട്ട് വേണ്ടേ? എന്തിന് നൂൽപുട്ട്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞമ്മക്ക് എന്തെങ്കിലും കൊണ്ടടി പിടിയത്. ആ കുഴിമന്തി ഒക്കെ ഉണ്ടല്ലോ കൊണ്ടുവരാ. എന്താ ആ മറ്റേ കുഴിമന്തി അണി അണി ഹണിയുടെ ആ റബ്ബേ, കോഴിക്ക് തോഴന്ന് ഇട്ടിരിക്കണത് അവളൊക്കെ. എടി ഞാൻ അനക്ക് അതൊക്കെ പേടിച്ചു തരുമ്പോളേ എൻ്റെ അൻസത്തിന്റെ അമ്മായിമ്മ അതൊന്നും പേടിച്ചു കൊടുക്കണില്ല. മനസ്സിലായിക്കണ എനിക്ക്? എൻ്റെ സുഖം വേറെ ആർക്കാ ഉള്ളത്? എനിക്ക് വേണ്ട ഈ സുഖം, എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് എന്ത് സുഖാടി വേണ്ടത്? ഒന്നില്ലെങ്കിൽ റമദാൻ മാസം കാലത്ത് വല്ലവരും കയറി വരുമ്പോ എന്റെ പൊന്നുമ്പോ ഒരു 100 റുപ്യ എടുത്തോടത്തോടെ. എടി ഞാൻ കൊടുക്കാതെ വെച്ചാ നല്ല വെയിലത്ത് ഇങ്ങനെ നടന്ന് ഓളെ കൂടി എന്തേലും കിട്ടുന്ന വരിട്ടാണ് ആ മനുഷ്യൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നാളെ ആ മനുഷ്യനെ കാണണ്ടതന്നല്ലേ? ഞാൻ ഇവിടെ ഇല്ല വിചാരിച്ചില്ലോ. ഓൻ ബെല്ലടിച്ചപ്പോ ഞാൻ പകൽ കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങളെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് പണ്ട് കാനെ മറ്റവരനൊക്കെ നോക്കിണ്ടായിരുന്നത് പോലാണ് ഞാൻ അടുക്കളത്തെ പണിയും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിരിക്കുന്നൊക്കെ. അതിനല്ലേ പൊന്നാര മോളെ സ്ഥലം കൊടുത്ത് പെരെടുത്ത് കൊടുത്ത് പിന്നെ ഈ മക്കൾ ഇതാ എപ്പോഴെങ്കിലും 2000 അയച്ചു കൊടുക്കണില്ലേ? പോരെ? പിന്നെ പോരാതിന് സക്കാത്ത് പൈസ പോലെ ഊസറ പൊളിയുണ്ട് ആ ചങ്ങായിക്ക് ഇങ്ങോട്ട് കയറി തരാന്. അമ്മ നിങ്ങളോട് പറഞ്ഞാൽ ജയിക്കാൻ പറ്റൂല. ഞാൻ നിർത്തി. നിങ്ങൾക്ക് റമദാൻ മാസത്തിന്റെ ഒരു പോരിശ അറിയില്ല, നിങ്ങൾക്ക് നോമ്പിന്റെ പോരിശ അറിയില്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് പുണ്യം അറിയില്ല. നിങ്ങൾക്ക് നാളെ കബറിലും പോയി കിടക്കണ്ട. നിങ്ങൾ ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. കബറിലും പോയി കിടക്കണ്ട. കബറിലെ ശിക്ഷ എന്ത് നിങ്ങൾ ചെയ്ത് ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചാ ഒരാളോട് പറഞ്ഞിട്ടല്ല. വേണ്ട, ഒക്കെ പോട്ടെ. നിങ്ങളൊരു ദിക്കർ എടുക്കോ? ഈ സീരിയല് കാണാൻ നിങ്ങൾക്ക് ഒരു ദിക്കർ എടുക്കാൻ ഒരു സമയമുണ്ട്, സീരിയൽ കാണാൻ വേറെ സമയം. ഇതെന്താ ജി പറയണ്ടേ? അല്ലാ, ഇതിനൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്തേലും വേണം വേണ്ടാക്കിക്കൂട്. പഴയ പൈച്ചിട്ട് നിക്കാൻ വെച്ചാലേ ചെല്ല്. ഇവളെ പോലെ ഒരു മരുവളെ കിട്ടിയതിന്റെ ഭാഗ്യം. വേറെ ലിച്ചോലാണെങ്കിൽ ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും എവിടെയും പോയി ഒന്നും പറയില്ല. ഒക്കെ എന്നോടേ പറയുള്ളൂ. നോണയും പിത്തനെയൊന്നും അറിയില്ല. നല്ല കുട്ടിയൊക്കെ തന്നെയാണ്.